കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ പല്ലവിയുടെയും സേതുവിന്റെയും നാളത്തെ നല്ലൊരു പ്രഭവ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ നമ്മൾ കണ്ട നല്ല ഇടിവെട്ട് ടിസ്റ്റൊക്കെയാണ്. കാരണം ഋതുവോ പ്രതാപനോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല ഇന്ന് നടന്നത്. മാധവമേനന്റെ സ്വത്തുക്കളിലൊക്കെ എല്ലാ കാര്യത്തിലും പൂർണ്ണ അധികാരം സേതുമാധവനാന്ന് എഴുതി വെച്ചൊരു വിൽപത്രം വന്ന് വക്കീല് വായിക്കുകയാണ്. ഇത് വായിച്ചു കേട്ട് കഴിഞ്ഞതും ഋതുവിനും പ്രതാപന്റെ മുഖം കൂടെ മാറി കടന്നല കുത്തിയതുപോലെ ആയിപ്പോയി. കാരണം എല്ലാവർക്കും 45% സ്വത്തുക്കൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂർണിമയ്ക്കും മക്കൾക്ക് 45%, ബാക്കി 45% അത് സേതുവിന്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നത്. പോരാത്തിന് 10% ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാന്നൊന്നും പറയുന്നില്ല. അതിപ്പോ പറയാൻ വെളിപ്പെടുത്താൻ പറ്റില്ലെന്നാണ് വക്കീല് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് വെളിപ്പെടുത്തും. പക്ഷേങ്കിൽ 45% സ്വത്ത് പൂർണിമയുടെ മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ കമ്പനികളുടെ കാര്യങ്ങളിലും വസ്തുവകളുടെ കാര്യങ്ങളിലും സ്ഥാപനങ്ങളുടെ കാര്യത്തിലെല്ലാം എപ്പോഴും മേൽനോട്ടം വഹിക്കുന്ന സേതുവായിരിക്കണം. കാരണം സേതുവിന്റെ ഒരു ഒപ്പ് എന്തിനു വേദിനും വേണം. അതാണ് ആ പറഞ്ഞതിന്റെ പൊരുള്. ഇത് കേട്ടതും ഋതുവിന് ആകെപ്പാടെ കട്ട കലിപ്പായി പോയി. പ്രധാൻ ചോദിച്ചു, ഇതെന്ത് പരിപാടി എന്റെ ചേച്ചി അളിയൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ അളിയൻ എന്നെ ബുദ്ധിയും ബോധം ഇല്ലാതെന്ന് ചോദിക്കുക. ഇതെന്താണല്ലോ ഒരിക്കൽ സ്വഭാവത്തോടെ എഴുതിയതായിരിക്കില്ല, മിക്കവാറും ഇവൻ വല്ല ബ്ലാക്ക് മെയിൽ ചെയ്ത് എഴുതിച്ചായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും കുറുപ്പേട്ടൻ പറഞ്ഞു, എന്തൊക്കെയാ പ്രതാപ നീ പറയണേ? നീ പറയുന്നത് എന്താ? നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല ബോധത്തോടു കൂടിയേ ഞാൻ ഈ പറയണേ എന്ന് പറയാം. ഇതേടെ സേതു പറഞ്ഞു, എനിക്ക് ആരുടെ സ്വത്തും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് പറയാം. പ്രതാപൻ പറഞ്ഞു, കണ്ടോ അവന്റെ അഭിനയം കണ്ടോ? അവൻ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുക. ഈ വീട് അടക്കി ഭരിക്കാന്നുള്ള മോഹ അവന്റെ മനസ്സിലുണ്ടായിരുന്നേ. എന്നിട്ട് കണ്ടോന്ന് പറയാണ്. നാണമില്ലാത്തവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, നൃത്ത പ്രതാപനങ്ങളെ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ടെന്ന് പറയാണ്. കാരണം ഋതു ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയം ശ്രീഹരി പറഞ്ഞു, സേതുവേട്ട ഇത്ര സമയം സേതുവേട്ടനെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് എല്ലാരും തുനിഞ്ഞിറങ്ങിയതല്ലേ? ഇപ്പൊ കണ്ടില്ലേ, സേതുവേട്ടനാണ് എല്ലാത്തിന്റെ അധികാരി. ഇവർക്കൊക്കെ എന്തേലും ഒന്ന് ചെയ്യണമെങ്കിൽ പോലും സേതുവേട്ടന്റെ ഒരു ഒപ്പ് വേണം. ഇനിയിപ്പോ സേതുവേട്ടന്റെ പുറകെ ഇവളുമാരെ കെഞ്ചിക്കൊണ്ട് വരും. ഇവളുമാരുടെ അഹങ്കാരത്തിന്റെ പത്തിയല്ലേ ഒടിഞ്ഞിരിക്കുന്നത് നിൽക്കുക. സേതു പറഞ്ഞു, മിണ്ടായിരിക്കടാന്ന് പറയണം. പിന്നീട് വക്കീല് പറഞ്ഞു, ഇനിയിപ്പോ എന്തേലും കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു, ഇല്ല, ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്ന് പറയാം. അങ്ങനെ വക്കീല് പറഞ്ഞു, അപ്പൊ ഇതെല്ലാം വായിച്ചു കേട്ടല്ലോ, ഇനി ഇതുപോലെ ആയിരിക്കണം കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് സേതു പറഞ്ഞു, കുറുപ്പേട്ടനോട് പറഞ്ഞു, കുറുപ്പേട്ട ഞാൻ ഇറങ്ങുവാന്ന് പറയണം. പെട്ടെന്ന് കുറുപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ എന്തു പോക്കാ സേതു പോന്നേ? നീ ഇതൊക്കെ വായിച്ച് കേട്ടല്ലേ എന്ന് ചോദിക്കും. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? എനിക്ക് ആരുടെ സ്വത്തും പണമൊന്നും വേണ്ട, മാധവമേനന്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ടാന്ന് പറയാം. ഇത് കേട്ടതും ഋതു പറഞ്ഞു, വായും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. കുറുപ്പേട്ടൻ പറഞ്ഞു, ഋതു നീ ഒന്നും മിണ്ടാതിരിക്കാന്ന് ചോദിക്കും. പൂർണ്ണിമ പറഞ്ഞു, ഋതു നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞെന്ന് പറയണം. ഋതുവിന് കിട്ടിയതൊന്നും പോരാ, ഇനിയും കിട്ടണം എന്നുള്ള രീതിയിലാണ് ഋതു. പിന്നീട് സേതു പറഞ്ഞു, ഞാൻ ഇറങ്ങിയേക്കോ എന്ന് പറഞ്ഞ് ബാടാ ശ്രീഹരി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഋതുവിന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി. ഋതു പറഞ്ഞു, കണ്ടോ അച്ഛൻ കാണിച്ചു വെച്ച കണ്ടോ, ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് നമ്മളൊക്കെ ആരായിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ, എന്താവശ്യത്തിനും അയാളുടെ കാല് പിടിച്ച് ചെല്ലണമെന്ന് പറയാം. കേട്ടതും പ്രതാപം പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാന്ന് പറയാം. പൂർണ്ണിമ പറഞ്ഞു, ഇതേ പ്രതാപ വേണ്ടാത്ത പരിപാടി ഞാൻ ചെയ്യാൻ പോകണ്ട കേട്ടോ. ഋതുവിനോടും പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുമ്പ് നീ കാണിച്ചു വെച്ച പോലെ എന്തേലും പരിപാടി ചെയ്യാനാ ഇതെങ്കില് ദേ ഇപ്പൊ അവന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടേ മതി. നിന്റെയൊക്കെ ഈ അഹങ്കാരത്തിന് മൊണിയടിയും. നീയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? അവന്റെ പെങ്ങന്മാരില്ലേ? നീ ആ രീതിയിൽ അവനെ കാണണം. അവന് നിങ്ങളുടെ വലിയേട്ടനാ. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടും പ്രതാപം പറഞ്ഞു, ഏട്ടത്തി എന്തൊക്കെയാ പറയണേ? ഒന്നുമില്ലാതെ അയാളോടെ നടക്കുന്നവന് ഈ വീടിന്റെ 45% സ്വത്ത് കൊടുത്തു. അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൻ മേൽനോട്ടം വയ്ക്കണമെന്ന്, അവൻ ഈ വീടിന്റെ കാർന്നവരായിട്ടിരിക്കണമെന്ന്. അതാണ് പോലും ആഗ്രഹം. എന്റെ അളിയന്റെ ആഗ്രഹം അതായിരുന്നു, കാർന്നവരായിട്ടിരിക്കണമെന്ന്. കൊള്ളാം, നല്ല ആഗ്രഹം തന്നെയായിരുന്നു. ഇങ്ങനെ എന്തേലും ഉദ്ദേശം ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അളിയനെ കൊണ്ട് ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതിക്കില്ലായിരുന്നു പറയാം. ഈ സമയം ഭയങ്കര ദേഷ്യത്തിലാണ് ഋതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോവാ. അതിനേക്കാളുപരി പ്രതാപന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. ഇങ്ങനെ ഒരു ടെസ്റ്റ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ അച്ഛനൊരു കുഴപ്പമില്ലായിരുന്നു. അച്ഛന്റെ മനസ്സിൽ തന്റെ വലിയേട്ടനല്ലേ, സ്വത്തുക്കളോ എന്ത് വേണേലും എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയായിരുന്നു അച്ഛന്. ഈ സമയം പൂർണ്ണിമ മുറിയിലേക്ക് വന്നിട്ട് മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയാം മാധവേട്ടന് മുമ്പേ മാധവേട്ടൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതിയത്. എന്തുകൊണ്ടും നന്നായി. ഒരു പക്ഷേങ്കില് സേതു ഈ വീടിന് കാരണവരായിട്ട് വരണം. അവൻ നല്ലവനാ മാധവേട്ട. അത് മാധവേട്ടനെ പോലെ തന്നെ എനിക്കും അറിയാം. അവന് സ്വത്തിനോടോ പണത്തിനോടോ ഒന്നും ആർത്തിയില്ല. അല്ലെങ്കിൽ അവൻ പണ്ടേ ഇവിടെ നിൽക്കുവല്ലായിരുന്നോ? പക്ഷേങ്കില് അവൻ ഇതിനോടൊന്നും താല്പര്യമില്ല.
പക്ഷേ ഈ മാധവേട്ടൻ്റെ ഇഷ്ടം പോലെ ഒരിക്കലും അവനിവിടെ വരും. ഇവിടുത്തെ കാരണവരായിട്ട് അവന്റെ പെങ്ങന്മാരുടെ വലിയേട്ടനായിട്ട് ഇവൻ താമസിക്കും. അങ്ങനെ തന്നെ കരുതാന്ന് മാധവ മേനോന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് പൂർണിമ പറയണം. പൂർണിമയ്ക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു സേതു പോയി കഴിഞ്ഞപ്പം. അത്രയും ദിവസം പറഞ്ഞ് സേതും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇത് ഒറ്റപ്പെട്ട പോയാലൊരു ഫീലാണ് തോന്നിയത്. ഈ സമയം സേതുമാധം പോകുന്ന വഴി ശ്രീഹരി ചോദിച്ചു, എന്നാലും കൊള്ളാലോ, ഇപ്പൊ സേതുവായിട്ട് പഴയ ആളൊന്നും അല്ലല്ലേ എന്ന് ചോദിക്കണം. എന്താണ്, എനിക്ക് എന്നെ കൊമ്പ് മുളച്ചോ? കൊമ്പ് മുളച്ചൊന്നും അല്ല, വലിയ മുതലാളിയല്ലേ, കാശുകാരനായില്ലേ എന്ന് പറയാണ്. പൊന്നുമടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമാണെന്ന് ചോദിക്കണം. എത്ര കമ്പനിയും ടെക്സ്റ്റൈൽ ഷോപ്പും ഒക്കെ ഉള്ളത്. ഈ സമയം സേതുമാധം പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഞാൻ ആരുടെ സ്വത്തും പണവും കെട്ടുന്നല്ല, അറിയാലോ. എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടം. ഞാൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നവനാ ഞാൻ. എനിക്ക് മറ്റൊരാളുടെ സ്വത്തില് കണ്ണില്ല എന്ന് പറയണം. ദേ സേതുവേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അത് മറ്റാരുടെ അല്ല, സേതുവേട്ടന്റെ അച്ഛന്റെയാ. സേതുവേട്ടന് അവകാശപ്പെട്ട സ്വത്താ. സേതുവേട്ടൻ വേണ്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ദേ അവളുമാരുടെ അഹങ്കാരം ഉണ്ടല്ലോ, അവളുമാരുടെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാ സേതുവേട്ട. സേതുവേട്ടന് അവളുമാരുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നു. പക്ഷെ സേതുവേട്ടനൊന്നും പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. മോശമായി പോയെന്ന് പറയാം. സേതു പറഞ്ഞു, പോട്ടറാ, നമ്മളൊക്കെ അവളുമാരോട് എന്തിനാ വെല്ലുവിളിക്കാൻ പോണേന്ന് പറയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുക. ഈ സമയം പല്ലവി സേതുവിനെ ഫോണിൽ വിളിച്ചു. ഫോണിലേക്ക് വിളിച്ചിട്ട് കർമ്മങ്ങളെ കുറിച്ച് എല്ലാം ചോദിക്കണം. അപ്പൊ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി എന്ത് ചെയ്യണം, നേരെ സേതുവിനെ കണ്ണായിട്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്താണ് മിത്രൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. മിത്രൻ ചോദിച്ചു, ആഹാ പല്ലവിയോ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. വെറുതെ ഒന്നുമില്ല, സേതുവേട്ടനെ കാണാൻ വന്നാന്ന് പറയണം. ചെല്ലിയല്ലേ, ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല ആളെന്ന് പറയണം. അതെന്താ, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എനിക്ക്? ഇല്ലില്ല, അതെ മറ്റേ സേതുവിന്റെ അച്ഛൻ മാധവമേനെ വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, സേതുവിന് അവകാശങ്ങൾ കൂടുതൽ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം പഴയ പോലെ അല്ല, രാജാവല്ലേന്ന് ചോദിക്കുകയാണ്. ഇതും പറഞ്ഞിട്ട് മിത്രൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം മാധവമേനെ നേരത്തെ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. സേതുവേട്ടന് സ്വത്തുക്കളൊക്കെ അർഹതയുണ്ട്. ഒരു പക്ഷേങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇനിയിപ്പം എന്തായി തീർന്നേനെ, അതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേനെ. സേതുവേട്ടനെയും വേണ്ടെങ്കിൽ പോലും ആ പെങ്ങന്മാര് അവൾമാർ ഇച്ചിരി കേടുകളാന്ന് തോന്നേ. അതൊക്കെ ചിന്തിച്ചോണ്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഈ സമയം സേതു ഇറങ്ങി വന്നിട്ട്, ആഹാ പല്ലവിയോ, കയറി വരാൻ പറയണം. സേതുവേട്ടൻ ഇപ്പൊ വലിയ ആളായല്ലെന്ന് ചോദിക്കണേ. എന്താളായെന്ന്? അല്ല, പൊന്നുമടത്തിലെ കാർന്നവരായെന്ന് പറയുന്ന കേട്ടു. ദേ പല്ലവിയൊന്നും മിണ്ടായിരിക്കട്ടോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് സമനില തെറ്റിയിരിക്കുമ്പോഴാ. ഓ, എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. എന്ത് കാര്യം? അല്ല, അവിടുത്തെ സ്വത്തുക്കളിലല്ലേ ഇപ്പൊ സേതുവേട്ടനും കൂടെ അവകാശമില്ലേ? അപ്പൊ സേതുവേട്ടൻ ഇപ്പൊ ഭയങ്കര കാശാനല്ലേ നിൽക്കും. ഇത് കേട്ടോ സേതു പറഞ്ഞു, എനിക്ക് ആരുടെ കാശൊന്നും വേണ്ടെന്ന് പറയണം. പൊന്നുമടം, എനിക്ക് അങ്ങോട്ട് പോവാനും ആഗ്രഹമില്ല, അവിടുത്തെ കാർന്നവരാകുകയും വേണ്ട, അവരുടെ ഒരു സ്വത്തും വേണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്തൊക്കെയാ സേതുവേട്ടെ പറയണേ? സേതുവേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സേതുവേട്ടന്റെ അച്ഛന്റെ ഒരു പക്ഷെ ആഗ്രഹമായിരിക്കും താൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്റെ സ്വത്തുങ്ങളും കാര്യങ്ങളും അന്യാധീനപ്പെട്ടു പോലെ. കാരണം 3 പെൺകുട്ടികളെ ഉള്ളത്. ആൺതരിയായിട്ട് സേതുവേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവരെ നോക്കണ്ടേ, അവരുടെ വലിയേട്ടനായിട്ട് ആ വീട്ടിൽ കാണണം. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഒരു പക്ഷെ ഇങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ചിലപ്പം മാധവമേനൻ ഒരു ലക്ഷ്യം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഒന്നും കാണാതെ ഒരിക്കലും സേതുവേട്ടന്റെ അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് സേതുവാദം പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ആരുടെ സ്വത്തും പണമൊന്നും വേണ്ടാന്ന് പറയാണ്. ഞാനങ്ങോട്ട് പോകാനും പോകുന്നില്ലെന്ന് പറയാം. ഇതേടെ പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ എന്തായി പറയണേ? ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. സേതുവേട്ടൻ പോണം, പൊന്നുമടത്തിലേക്ക് പോണം. അവിടെ ചെന്ന് അവിടുത്തെ അവരുടെ ആ വലിയേട്ടനായിട്ട് സേതുവേട്ടൻ അവിടെ കാണണമെന്ന് പറയാം. ഇത് കേട്ട സേതുവിന് ദേഷ്യം വന്നു. പല്ലവി, ഇത് പറയാനാണ് നീ ഇവിടെ നിൽക്കണ്ട, എന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവാണ്. ഈ സമയം ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, പറയാഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ച, പക്ഷെ സേതുവേട്ടൻ അമ്പിനും വില്ലിനും അടുത്തില്ലെന്ന് പറയാണ്. പല്ലവിയോട് സാരമില്ല, നമുക്ക് സേതുവേട്ടനെ പതുക്കെ പറഞ്ഞ് മാറ്റിയെടുക്കാന്ന് പറയാണ്. ശ്രീഹരി പറഞ്ഞു, ഇനിയിപ്പോ പല്ലവി ചേച്ചി വിചാരിച്ചാലോ എന്തേലും നടക്കുള്ളൂ പറയാം. ഈ സമയം ഋതുവിന്റെ അടുത്തേക്ക് സ്വാതി വന്നു. സ്വാതി വന്നിപ്പോ ഋതു പറഞ്ഞു, അയാൾ ഒറ്റയൊരുത്തം കാണാൻ നമ്മുടെ സ്വസ്ഥത മൊത്തം നശിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാ. നമ്മുടെ അച്ഛന്റെ മരണശേഷം ആ നല്ല രീതിയിൽ പോകണം തന്നെ ആഗ്രഹമുണ്ട്. പക്ഷെ ആ സേതുമാധവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അയാളുടെ ഒപ്പ് വേണം എല്ലാ കാര്യത്തിനും ഇനി നമുക്ക്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും കമ്പനിയെല്ലാം തകർന്നടിഞ്ഞു പോകത്തുള്ളൂ. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. ഈ സമയം സ്വാതി വെച്ചു, അല്ല ചേച്ചി എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. പെട്ടെന്ന് അച്ഛ പറഞ്ഞു, വേണ്ട സ്വാതി, അല്ല വേണ്ട ഋതു, നീ എന്തിനാ വെറുതെ വലിയേട്ടനെ വെല്ലുവിളിക്കുന്നേ? വലിയേട്ടൻ ഈ കുടുംബത്തിൽ വരട്ടെ, നമ്മുടെ ഏട്ടനായിട്ട് ഇവിടെ നിൽക്കട്ടെ, നമുക്കതൊരു ബലമല്ലേ വലിയേട്ടനോട് ഉള്ളതെന്ന് ചോദിക്കാം. അതെ, നിനക്ക് ബലമായിരിക്കും, പക്ഷെ എനിക്ക് അത്ര ബലമൊന്നുമില്ല. പറഞ്ഞു കേട്ടോ, ഒരു വലിയേട്ടൻ വന്നിരിക്കുന്ന പോലും, അയാളെ വലിയേട്ടനായിട്ടൊന്നും ഞാൻ ഒരിക്കലും കാണില്ല എന്ന് പറയാം. ഇത് കേട്ട സാധു പറഞ്ഞു, എനിക്ക് അയാളെ വലിയേട്ടനൊന്നും കാണാൻ പറ്റില്ല. ഇനിയിപ്പം
ചേച്ചി വേണേ കണ്ടോളാൻ പറയണം. അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത്, നമ്മുടെ അച്ഛന്റെ ആഗ്രഹമല്ലായിരുന്നോ സേതു സേതുവായിട്ട് ഈ വീട്ടിലേക്ക് വരണമെന്നൊക്കെയുള്ളേ. പിന്നെ ആഗ്രഹം പോലും, അയാൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഋതു പറയാം. ഈ സമയം അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാണ്. ഋതു പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കാരണക്കാരൻ അയാൾ ഒറ്റ എഴുത്തിനാ. അയാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടല്ലേ കാര്യമുള്ളൂ. ഉറപ്പായിട്ടും കണ്ടു, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ അയാളെ പറിച്ചു നടാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടപ്പം സാധി പെട്ടെന്ന് പേടിയോടിച്ചു. അല്ല ചേച്ചി എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോയിട്ട് പ്രതാപിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പ്രതാപിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. കാരണം സേതുമാധവനെ ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ ഇനി ഇപ്പോൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൊള്ളുന്ന ഋതുവിനും മനസ്സിലായി. അപ്പൊ പ്രതാപനാണ് ഇതിനു വേണ്ടി കാത്തു കെട്ടിയിരിക്കുവായിരുന്നു. അങ്ങനെയുള്ള പ്രതാപനെയാണ് ഋതു വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.